നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് മലയാളം എക്സാമിന് ഓരോന്നും എഴുതുന്നത്. അതിൽ ഫസ്റ്റാണ് ഉപന്യാസം. ഉപന്യാസം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഒരു കൃത്യമായിട്ടുള്ളൊരു ശീർഷകം തലക്കെട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. പിന്നെ നമ്മൾ ഉപന്യാസമൊക്കെ എഴുതുമ്പോൾ 3 പാരഗ്രാഫാണ് മെയിൻലി അതിൽ വേണ്ടത്. എന്താണ്? ഇൻട്രൊഡക്ഷനും, പിന്നെ മിഡിൽ ബോഡി ആയിട്ട് വരുന്ന മിഡിൽ പാരഗ്രാഫും, പിന്നെ എന്താണ് വേണ്ടത്? അവസാനം കൺക്ലൂഷൻ ഇല്ലേ? അപ്പോൾ ഈ മിഡിൽ ഭാഗത്ത് നമുക്ക് എത്ര വേണോ പാരഗ്രാഫ് കൂട്ടി എഴുതാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ലാസ്റ്റ് കൺക്ലൂഷൻ, ഇടയിൽ നമുക്ക് എത്ര വേണോ പാരഗ്രാഫ്സ് കൊടുക്കാം. ഇനി ആദ്യത്തെ പാരഗ്രാഫിൽ വിഷയത്തിൻ്റെ സൂചന എഴുതുക. എന്താണ് അതിൽ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത്, ആശയം എന്ത് ചെയ്യുക, പെട്ടെന്ന് ചുരുക്കത്തിൽ അന്ന് മനസ്സിലാവുന്ന രീതി കൊടുക്കുക. പിന്നെ നമ്മൾ വിഷയത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുക. പിന്നെ അവിടെ തന്നെ നമുക്ക് കഴിയുമെങ്കിൽ അവിടെ സമകാലിക പ്രസക്തി എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവത്തിന് ഇന്നുള്ള സമൂഹവുമായിട്ടുള്ള ബന്ധമോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ. പിന്നെ എന്ത് ചെയ്യുക, പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതുക. അതിന് നല്ല മാർക്ക് കയറും. പാരഗ്രാഫ് തിരിച്ച് വൃത്തിയായിട്ട് എഴുതുക. പിന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഓരോ സബ് ഹെഡിങ്സ് ആയിട്ട് കൊടുക്കാം. എന്തെങ്കിലും ചെറിയ ചെറിയ ഹെഡിങ്സ് കൊടുക്കാൻ പറ്റുമെങ്കിലോ, അങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു പാരഗ്രാഫ്സിന് അതും കൊടുക്കാം. എന്ന് പറഞ്ഞോ, ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ മണലെന്ന് എടുക്കുകയാണെന്ന് വെച്ചോ, മണ്ണ് പലവിധമുണ്ടല്ലോ ഇല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്കൽ മണ്ണെന്ന് എഴുതിയിട്ട് അതിനെക്കുറിച്ച് എഴുതാം. അങ്ങനെ എന്ത് ചെയ്യുക, തിരിക്കാൻ പറ്റുന്നത് നിങ്ങളെ കൊണ്ട് തിരിക്കാം. പിന്നെ നമ്മൾ മിക്ക എഴുതിയതിൽ നമ്മുടെ നിരീക്ഷണം അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം കാണിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഉപന്യാസത്തിൽ അവസാന ഭാഗത്ത് കൺക്ലൂഷൻ ഭാഗമില്ലേ, അവിടെ നമ്മുടെ അഭിപ്രായവും ഇനി അതിൻ്റെ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഗുണവും, അല്ലെങ്കിൽ ഭാവിയിലത്തേക്ക് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതും എഴുതിയിരിക്കണം. ഓക്കെ. ഇനി അടുത്ത നോക്കാൻ പോകുന്നത് ആസ്വാദനക്കുറിപ്പാണ്. കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ്. നമ്മൾ ഓൾറെഡി കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്യുക, ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ കവിത അറിഞ്ഞിരിക്കണം. അതിലെ എഴുത്തുകാരൻ ആരാണെന്നും കൃതി ആരാണെന്നും, പിന്നെ എന്താണ് അതിലെ കഥ പറയുന്നതെന്ന്, അല്ലെങ്കിൽ ഒരു സംഭവം എന്താണെന്ന്, പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ വിശേഷണങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കവിതയുടെ ആശയം വൃത്തിയായിട്ടും കൃത്യമായിട്ടും എഴുതണം. കഴിയുമെങ്കിൽ ഇഷ്ടപ്പെട്ട വരി ഒരു 2 വരിയോ കാണാതെ പഠിച്ചിട്ട് അത് ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് അതുകൂടെ എഴുതിയിരിക്കണം. എന്നിട്ട് എനിക്ക് ഈ വരി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞ് അതും കൂടെ എഴുതണം. പിന്നെ സമകാലിക പ്രസക്തി, എന്തായാലും നിങ്ങൾ പഠിക്കുന്ന ഓരോന്നിനും അതിനൊരു ഒരു ഉപയോഗം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സമകാലിക പ്രസക്തി ഉണ്ടാവും. നിങ്ങളെ പല പാഠത്തിന് അതുണ്ട്. അപ്പോൾ അതും കൂടെ എഴുതുക. പിന്നെ സവിശേഷ പ്രയോഗങ്ങളിലെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാക്കുകളൊക്കെ കണ്ടാലും, നമ്മുടെ മറ്റേ ഒരു പാഠത്തിലുണ്ടല്ലോ 6 വിരലുകൾ 6ാമതായി വിരൽ ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഒരു സവിശേഷ പ്രയോഗമാണ്, അതൊക്കെ ഉപയോഗിക്കുക. ഓക്കെ. പിന്നെ സ്വന്തം നിരീക്ഷണം ഇവിടെയും എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അടുത്തത് കഥാപാത്ര നിരൂപണം. കഥാപാത്രത്തിനെ കുറിച്ച് എഴുതുന്നതാണ്, അല്ല നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്നതാണ്. ഇംഗ്ലീഷിൽ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന പോലെയാണ് കഥാപാത്ര നിരൂപണം എന്ന് പറയുമ്പോഴത്തേക്കും കഥാകൃത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മളതിൽ കൊടുക്കുക. നമ്മുടെ ആ ഒരു സംഭവം വായിക്കുമ്പോൾ, നമ്മുടെ എഴുതിയ കഥാപാത്ര നിരൂപണം വായിക്കുമ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യണം, അത് മനസ്സിലാവണം. അപ്പോൾ കൃത്യമായിട്ട് അതിൽ കൊടുത്തിരിക്കാം. പിന്നെ നമ്മൾ കഥാപാത്രം എങ്ങനെയാണ്, ഇൻ കേസ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അവരുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയോ എന്തെങ്കിലും പറഞ്ഞാൽ ഈ രൂപത്തിനെ പറ്റിയോ ഭാവത്തിനെ പറ്റിയോ ഒക്കെ പറയുവാണെങ്കിൽ അതും ചെയ്യാം. പേരും എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഡബിൾ കോട്ട്സിട്ട് കൊടുത്തിരിക്കണം. ഇപ്പോൾ ക്യാരക്ടറിൻ്റെ പേരെന്താണോ അത് എന്ത് ചെയ്യണം, അവിടെ കൊടുത്തിരിക്കണം. പിന്നെ നിങ്ങളിൽ എന്തെങ്കിലും സ്വാധീനം ഈ കഥാപാത്രത്തിന് ഈ ഒരു സ്വഭാവം എനിക്കിഷ്ടമായി, അല്ലെങ്കിൽ ഞാൻ ഇതിനോട് താല്പര്യപ്പെടുന്ന ഒരാളാണ് എന്തെങ്ങനെ വേണമെങ്കിൽ എഴുതാം. പിന്നെ മറ്റ് കഥാപാത്രങ്ങളുമായി ബന്ധമുള്ള എന്തെങ്കിലും സ്വഭാവ സവിശേഷതകളുണ്ടെങ്കിൽ അത് എഴുതാം. പിന്നെ ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ അവസാനമാകുമ്പോൾ മിക്കതിലും നമുക്ക് സ്വന്തം നിരീക്ഷണം എഴുതാം കേട്ടോ. അത് നിങ്ങൾ പല ആൾക്കാരും മറന്നു പോകുന്ന കാര്യമാണ്. അത് ഇംഗ്ലീഷിലാണെങ്കിലും നമുക്ക് മലയാളത്തിലാണെങ്കിലും നമ്മുടെ നിരീക്ഷണം കൊണ്ട് നമ്മൾ അഭിപ്രായം കൂടി എന്ത് ചെയ്യുക, അവിടെ രേഖപ്പെടുത്തുക. മീൻസ് ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരു കഥാപാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഓക്കെ. അടുത്തത് താരതമ്യക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഒന്നിനെ മറ്റൊന്നായി താരതമ്യം ചെയ്ത് എഴുതുന്നതിനാണ് താരതമ്യക്കുറിപ്പ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു തലക്കെട്ട് കൊടുത്തിരിക്കണം. ഇവിടെയും പാരഗ്രാഫ് വെച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ. പിന്നെ വേണമെന്ന ആൾക്ക് എന്ത് ചെയ്യാം, പോയിന്റ് വെയ്റ്റ്സ് എഴുതാം കേട്ടോ. സെപ്പറേറ്റ് പോയിന്റ് വെയ്റ്റ്സ് എഴുതാം. പക്ഷേ കുറച്ചും കൂടെ നല്ല, നമ്മൾ മലയാളം എഴുതുമ്പോൾ എപ്പോഴും പാരഗ്രാഫാണ് പ്രിഫർ ചെയ്യുക. അതുകൊണ്ട് പാരഗ്രാഫ് വൈസ് എഴുതുക. 2 എഴുത്തുകാരെ കുറിച്ചും ചെറുതായി എന്ത് ചെയ്യുക, പറയാം. പിന്നെ കവിതാഭാഗങ്ങളും എന്താണോ സംഭവം അതിൻ്റെ ആശയം ചുരുക്കത്തിൽ പറയുക. പിന്നെ അവർ തമ്മിലുള്ള വ്യത്യാസവും സാമ്യവും, അതാണ് പ്രധാനം. താരതമ്യം എന്ന് പറയുമ്പോൾ എന്താണ്, അവർ തമ്മിലുള്ള വ്യത്യാസവും സാമ്യവും കാണിക്കുകയാണ്, അതും പ്രധാനമാണ്. പിന്നെ നിങ്ങളുടെ ഇവിടെ എന്ത് ചെയ്യുക, സ്വന്തം നിരീക്ഷണം പറയുക. അടുത്തത് മുഖപ്രസംഗമാണ് ഇല്ലേ. മുഖപ്രസംഗം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഡിറ്റോറിയൽ എന്ന് പറയില്ലേ, അതാണ്.
ഉചിതമായ തലക്കെട്ട് എന്തായാലും മുഖപ്രസംഗത്തിന് കൊടുത്തിരിക്കണം. പിന്നെ ആദ്യത്തെ പാരഗ്രാഫിൽ വിഷയത്തിനെ കുറിച്ചിട്ട് എഴുതുക. പിന്നെ വിഷയത്തിന് വേറെ എന്തെങ്കിലും കുറേ ഗുണവശങ്ങളോ ദോഷവശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, അടുത്ത പാരഗ്രാഫിൽ സൂചിപ്പിക്കുക. പിന്നെ സമൂഹത്തോടോ അല്ലെങ്കിൽ ഇപ്പോഴ് അതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്താണെന്നോ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. ഇവിടെയും നമ്മൾ പാരഗ്രാഫ് പാലിക്കണം. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. നമ്മുടെ എഡിറ്റോറിയൽ എന്ന് പറയില്ലെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലും നടന്നാൽ അതിനെ നമ്മൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിനെന്ത് ചെയ്യും, നമ്മളൊരു ശരിയാണെങ്കിൽ ശരിയെന്ന രീതിയിൽ അവതരിപ്പിക്കും, തെറ്റാണെങ്കിൽ തെറ്റെന്ന രീതിയിൽ. അതൊരു നല്ല വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ചേർക്കാൻ കഴിയുന്ന ഒരു നല്ല ഒരു ഇതാണ്. ഓക്കെ, മുഖപ്രസംഗം വൃത്തിയായിട്ട് എഴുതുക. അടുത്തത് ആമുഖക്കുറിപ്പ്. ആമുഖക്കുറിപ്പിന് തലക്കെട്ട് കൊടുത്തിരിക്കണം. എഴുത്തുകാരനെ കുറിച്ച് പറയണം. പിന്നെ എന്താണോ സംഭവം, എന്താണോ അതിൽ പറയുന്നത് അതിനെക്കുറിച്ചൊരു കൃത്യമായുള്ളത് തന്നെ എന്താ വെച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃതിയുടെ കേന്ദ്രാശയം വ്യക്തമാക്കുക. എന്താണോ കൃത്യമായി അവിടെ പറയുന്ന ആശയം അത് വ്യക്തമായി എഴുതിയിരിക്കണം. കുറച്ച് എഴുതി, പക്ഷെ അത് വ്യക്തമായി എഴുതിയിരിക്കണം. പിന്നെ ആരാണ് എഴുതിയത് നമ്മൾക്കറിയാലോ, ആരാണ് എഴുതിയത്, അതിന് പ്രത്യേകത ഉണ്ടെങ്കിൽ അതും എഴുതുക. പിന്നെ ആമുഖക്കുറിപ്പാണ് ചോദിച്ചത്. അപ്പം നമുക്ക് ഇപ്പം എന്തെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ജീവിതത്തിലോ ചുറ്റുപാടോ ആയിട്ടൊക്കെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ പരമാവധി എന്ത് ചെയ്യുക, നല്ല വശങ്ങൾ ആമുഖക്കുറിപ്പിൽ എഴുതാൻ ശ്രമിക്കുക. അതൊരു പോയിൻ്റാണ് കേട്ടോ. പരമാവധി ആമുഖക്കുറിപ്പ് എഴുതുന്ന സമയത്ത് നല്ല വശങ്ങൾ മാത്രമല്ല കൂടുതൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. അടുത്ത പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണം അല്ലേ. നമ്മളെന്താ പ്രസംഗം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പ്രസംഗിക്കുവാണ് ചെയ്യുന്നത് അല്ലേ. അതെങ്ങനെയാണ് ഇങ്ങനെ ആയിരിക്കും അല്ലേ, മാന്യസദസ്സിന് നമസ്കാരം അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ തുടങ്ങുക. അപ്പോൾ അത് തുടങ്ങുമ്പോൾ അങ്ങനെ തന്നെ തുടങ്ങണം. എന്നിട്ട് വിഷയത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുക. അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ ഒരു ഇങ്ങനെ വിഷയമാണ്, അതിൻ്റെ ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ പറ്റുമെന്നെങ്കിൽ സദസ്സിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ഇടുക. ഓക്കെ, തുടക്കത്തിൽ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ എന്ത് ഇടയ്ക്കിടുക, എപ്പോഴും അല്ല, ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഇടുക. അത് കുറച്ചുകൂടി നല്ലതാണ്. ഇങ്ങനെ ഉദാഹരണത്തിന് കൊടുത്തിട്ടുണ്ട്. എന്താണ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമെന്നോ, ഇത് നല്ലതാണെന്നോ ദോഷമാണെന്നോ എന്ന രീതിയിലൊക്കെ. പിന്നെ വിഷയത്തിൻ്റെ ഇന്നത്തെ പ്രസക്തി, നമ്മൾ എന്തെങ്കിലും പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഗുണം അല്ലെങ്കിൽ പ്രസക്തി ഉണ്ടെങ്കിലല്ല ഇത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ പ്രസക്തിയും അതൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ആരുടെയെങ്കിലും വാക്കുകളൊക്കെ കേട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ, വല്ല എഴുത്തുകാരുടെയൊക്കെ വാക്കുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ കേട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് കേട്ടോ. പിന്നെ സ്വന്തം നിരീക്ഷണം എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല രീതി എഴുതിക്കണം. ഓക്കെ, എന്നിട്ട് അവസാനമാകുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. എന്താണ്, നന്ദി നമസ്കാരം. തുടക്കത്തിൽ മാന്യസദസ്സിന് നമസ്കാരം എന്ന് തുടങ്ങിയിട്ട് ബാക്കി ഞാൻ ഇതൊക്കെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യണം, നന്ദി നമസ്കാരം വെച്ചിട്ട് അവസാനിപ്പിക്കണം. അടുത്തത് പ്രതികരണക്കുറിപ്പ്. പ്രതികരിക്കുക അല്ലേ, പ്രതികരണക്കുറിപ്പാണ്. പ്രതികരിക്കുന്ന രീതിയിലൊരു കുറിപ്പ് എഴുതാനാണ്. പാഠഭാഗം ആദ്യം അറിഞ്ഞിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളോട് പ്രതികൂലമായിട്ടോ അനുകൂലമായിട്ടോ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് എഴുതുക. ചിലപ്പം പ്രതികരണക്കുറിപ്പെന്ന് മാത്രം ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ശരി, പോസിറ്റീവ്സും എഴുതുക, നെഗറ്റീവ്സും എന്ത് ചെയ്യുക എഴുതുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായവും കൂടെ എഴുതുക. നെക്സ്റ്റ് വിശകലനക്കുറിപ്പ് അല്ലെങ്കിൽ അപഗ്രഥനക്കുറിപ്പ്. ഇതും എന്ത് ചെയ്യണം, നമ്മൾ വിഷയം നല്ല രീതിയിൽ അവതരിപ്പിച്ചിരിക്കണം. ആശയം എന്താണെന്നും അതിലെന്തെങ്കിലും വേറെ ഉള്ളടക്കങ്ങളുണ്ടെങ്കിൽ അത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായവും എന്ത് ചെയ്യണം, വിശകലനക്കുറിപ്പിൽ ആഡ് ചെയ്യും. നമ്മുടെ ഈ ആസ്വാദനമൊക്കെ എഴുതുന്നത് പോലെയാണ് വിശകലനക്കുറിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതും ചെയ്യുക. പിന്നെ പാരഗ്രാഫ് പാലിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ.